ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആൽബം സോങ്ങിലൂടെ തരംഗം സൃഷ്ടിച്ച താരമാണ് ഷാഫി കൊല്ലം. ഹിറ്റ് പാട്ടുകൾ പാടി യുവതലമുറയെ കയ്യിലെടുത്ത ഷാഫി ഇപ്പോൾ അഭിനേതാവുമാണ്. ഇടയ്ക്ക് സിനിമകളിലും ടെലിവിഷൻ പരിപാടിയിലുമൊക്കെ സജീവമായിരുന്നു. മാത്രമല്ല, ഷാഫിയുടെ ഭാര്യ റജിലയെക്കുറിച്ചും അവരെക്കുറിച്ച് എഴുതിയ ഹിറ്റ് പാട്ടിനെ പറ്റിയും താരം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സന്തുഷ്ട ദമ്പതിമാരായി ജീവിക്കുകയാണെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ഷാഫി മറ്റൊരു വിവാഹം കഴിച്ചെന്ന തരത്തിലാണ് പുതിയ വാർത്തകൾ വന്നത്. ഒരു പെൺകുട്ടിയുടെ കൂടെ തുളസിമാലയിട്ടൊക്കെ നിന്ന് വിവാഹം കഴിച്ചതുപോലെ നിൽക്കുന്ന ഷാഫിയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. ഇവർ വിവാഹിതരായെന്ന തരത്തിൽ ഫോട്ടോ പ്രചരിച്ചതോടെ ഷാഫിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു. ഒടുവിൽ ശരിക്കും വിവാഹിതനായോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം. നായികയും നായകനും തുളസിമാലയൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് പുറത്തുവിട്ട ചിത്രം. പക്ഷേ മുകളിൽ പറഞ്ഞതുപോലെയല്ലാതെ ശത്രുക്കളായ ചിലർ ക്യാപ്ഷനൊക്കെ ഇട്ട് കട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളോടും ഭാര്യയോടും നാട്ടുകാരോടുമൊക്കെ ചോദ്യം വരികയാണ്. എല്ലാവരും തിരുത്തി പറഞ്ഞു മടുത്തു. ഇതോടെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായതെന്നും ഇതിലൂടെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ചുരുങ്ങിയ ആളുകളിലെങ്കിലും അപ്പോൾ ഈ ഒരു ഫോട്ടോ കുറേ ദിവസങ്ങൾ കൊണ്ട് യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാനും ആദ്യം ഈ ഒരു ക്യാപ്ഷനും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, ഷാഫി പുതിയതായിട്ട് വേറെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു ഞെട്ടലായിരുന്നു. പിന്നെ അത് തുറന്ന് നോക്കിയ സമയത്താണ് ഏതൊരു ഏതൊരു സീരിയലോ അതോ ഏതൊരു ഷോർട്ട് ഫിലിം അതിനെന്തിനു വേണ്ടിയിട്ട് പുള്ളിക്കാരെ അഭിനയിച്ചതാണ്. അപ്പോൾ അതിൽ കല്യാണം കഴിക്കുന്ന ആ ഒരു ഇതാണ് അതിനെടുത്തിട്ടാണ് വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ പറഞ്ഞ് നടക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ക്യാപ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷാഫി ഒന്നും പറഞ്ഞിട്ട് പ്രതികരിക്കൊന്നും അതിനകത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണെങ്കിൽ രേണുവിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രേണു അതിലൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രാജകുമാരി ഞങ്ങൾ ഒന്നിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ യാതൊന്നും ഇടാതെ ഇവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. വെറും ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫോട്ടോയ്ക്ക് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു തരത്തിൽ ഷാഫി രണ്ടാമത് വിവാഹം കഴിഞ്ഞു, എന്താണ് ഇങ്ങനെ വേണോ അങ്ങനെ എങ്ങനെയെന്നുള്ള വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു. അപ്പോൾ അതിന് ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതൊരു സീരിയലിന് വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചതാണ്, അതിലുള്ള ആ ഒരു ക്ലിപ്പാണ്, അതെടുത്തിട്ട് പലരും പല രീതിയിൽ നെഗറ്റീവാക്കി കാണിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഷാഫി തന്നെ പല വീഡിയോകളിലും പലതിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ അല്ലാതെ എനിക്ക് വേറൊരു ഇതില്ല, അവളാണ് എൻ്റെ എല്ലാം എന്ന് പല രീതിയിലും പലതിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ഇത് എടുത്ത് വെച്ചിട്ട് അവരെ ഇതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തി എല്ലാം അറിയുന്ന ഒരാളാണ് ഷാഫി. എല്ലാ കാര്യങ്ങളും ഫാമിലിയെക്കുറിച്ചും എല്ലാം വീഡിയോകളിലാണെങ്കിലും എല്ലാം വന്ന് പറയുന്നതാണ്. തോരാതെയാണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് സംസാരിക്കുക. അത്രയും സ്നേഹനിധിയായ ഒരു ഭാര്യയാണ്. അവരെ കളഞ്ഞിട്ട് വേറൊരു വിവാഹം കഴിക്കാനും അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ ഷാഫി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പലരും കുറേ പേര് അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാപ്ഷൻ ഇത് വെച്ചിട്ട് അത് കണ്ടപ്പോൾ ചിലർ അതിൽ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അത് തിരുത്തി പറഞ്ഞിട്ടില്ല, അവർ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള ക്യാപ്ഷനാണ് എന്ന് വരെ അവർ പറയാൻ അവർ ഇതാകുന്നില്ല. അവർക്ക് അത് കഴിഞ്ഞു എന്ന് തന്നെ അവർ വിശ്വസിക്കാനുള്ള താല്പര്യം എന്നതുപോലെ അത് തന്നെയാണ് ആ ഓരോ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് ഇത് തോന്നി. ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞോ എന്തായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഞെട്ടലുണ്ടാകും. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ അത്യാവശ്യം ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്, സെലിബ്രിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ആളുകളിലേക്ക് ഷാഫി എന്ന് പറയുമ്പോൾ, ഷാഫിയെക്കുറിച്ച് പറയുമ്പോൾ പാട്ടുകളുടെ രാജകുമാരൻ എന്നത് തന്നെ പറയുന്നത് നല്ല പാട്ടുകളാണ് പാടി എല്ലാവരെയും മനസ്സ് ഇതാക്കിയിരിക്കുന്നതല്ലേ, നല്ല നല്ല പാട്ടുകളുടെ അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാഫിയുടെ പാട്ടുമെല്ലാം. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ, ഇങ്ങനെ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഞെട്ടലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്തു നോക്കും. എന്തൊരു ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഇതാക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ രേണുവിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രേണു അങ്ങനെയുള്ളൊരു ക്യാപ്ഷനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ എന്തായാലും സ്വാഭാവികമായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാത്തതിന് മുമ്പ് തന്നെ സീരിയലിൽ അഭിനയിക്കുകയാണ്, എന്തോ ഒരു അഭിനയത്തിൻ്റെ ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആളുകൾ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അത് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആളുകൾ അത് പറഞ്ഞ് പരത്തുന്നത്. എന്തായാലും ആളുകളുടെ ഇതെന്ന് പറയുന്ന ആളുകൾ പലതരം എന്ന് പറഞ്ഞ പോലെ ഓരോ ആളുകളുടെ ഓരോരോ ഇതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേ
ശരിക്ക് വല്ലാത്തൊരു വേദന തന്നെയാണ്. ഇതുപോലെ തന്നെയല്ലേ എല്ലാവരുടെ കാര്യങ്ങളും. മനുഷ്യന്മാരുടെ കാര്യം എന്താല്ലേ, ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഉള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഇല്ലാത്ത കാര്യങ്ങൾ പറയാനാണ് ആളുകൾക്ക് വെമ്പലും താല്പര്യം കൂടുതൽ. അതുപോലെ തന്നെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള നെഗറ്റീവ്സാണ് പുള്ളിക്കാരനൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിലും ആളുകളെല്ലാം ഇതിനെക്കുറിച്ച് ചോദിച്ച് ഇതാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഓരോ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കത് വിശ്വസിക്കാം. പക്ഷേ അതിലൊന്നും ഇല്ലാത്തത്രത്തോളം കാലം ഒരാളെ ഇങ്ങനെ പറയുന്നത് എന്തോ നല്ലൊരു കാര്യമല്ല എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അപ്പോൾ ഷാഫി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോൾ ഉള്ള ആ ഒരു വൈഫും മക്കളും തന്നെയാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിന് ആളുകൾക്ക് തെറ്റിദ്ധാരണ വേണ്ട. ഷാഫി വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല. അതൊരു സീരിയലോ എന്തോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പിക്കാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഞാൻ 2 ദിവസം കൊണ്ട് ഈ ഒരു വീഡിയോ കാണുവാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം തോന്നി. അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.